കോട്ടയം മാങ്ങാനത്ത് യുവാവിനെ കൊന്ന് കഷ്ണങ്ങളാക്കി ചാക്കിൽ കെട്ടി തള്ളിയ കേസിൽ പ്രതികൾ കുറ്റക്കാർ. കോട്ടയം ജില്ലാ സെഷൻസ് കോടതി കേസ് വിധി പറയാൻ മാറ്റി. മുട്ടമ്പല സ്വദേശി വിനോദ് കുമാർ എന്ന കമ്മൽ വിനോദ്, ഭാര്യ കുഞ്ഞുമോൾ എന്നിവരാണ് കുറ്റക്കാർ. 2017 ഓഗസ്റ്റ് 23-നായിരുന്നു സംഭവം. പയ്യപ്പാടി മലകുന്നം സ്വദേശി സന്തോഷ് ഫിലിപ്പിനെയാണ് കൊലപ്പെടുത്തിയത്. ഓഗസ്റ്റ് 23-നായിരുന്നു കോട്ടയം മാങ്ങാനം മന്ദിരം കലുങ്കിന് സമീപം ചാക്കിൽ കെട്ടിയ നിലയിൽ യുവാവിന്റെ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത്. പയ്യപ്പാടി മലകുന്നം സ്വദേശി സന്തോഷ് കൊല്ലപ്പെട്ട കേസിലാണ് പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയത്. കേസിൽ അതിവേഗത്തിലാണ് പോലീസ് അന്വേഷണം നടത്തിയതും പ്രതികളിലേക്ക് എത്തിയതും. വിചാരണ പൂർത്തിയാക്കിയ കോട്ടയം സെഷൻസ് കോടതി പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തി. കേസിൽ നാളെ വിധി പറയും. ഒന്നാം പ്രതി മീനടം പീടികയിൽ വാടകയ്ക്ക് താമസിക്കുന്ന AR വിനോദ് കുമാർ എന്ന കമ്മൽ വിനോദ്, രണ്ടാം പ്രതി കമ്മൽ വിനോദിന്റെ ഭാര്യ കുഞ്ഞുമോൾ എന്നിവരെയാണ് കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയത്. ഭാര്യയുമായി സന്തോഷിന് ബന്ധമുണ്ടെന്ന് പ്രതി വിനോദിന് സംശയമുണ്ടായിരുന്നു. തുടർന്ന് ഭാര്യയെ ഭീഷണിപ്പെടുത്തി സന്തോഷിനെ മീനടത്തെ വാടക വീട്ടിൽ വിളിച്ചു വരുത്തി തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ശരീരഭാഗങ്ങൾ കഷ്ണങ്ങളാക്കി ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ചു. കോട്ടയം ഈസ്റ്റ് പോലീസാണ് കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്. കൊലപാതകത്തിന് ഉപയോഗിച്ച ലിവറും കത്തിയും കമ്മൽ വിനോദിന്റെ വാടക വീട്ടിലെ ചാണകക്കുഴിയിൽ നിന്ന് കണ്ടെടുത്തു. കൊല നടത്തിയ ശേഷം ഓട്ടോറിക്ഷയിൽ ശരീരഭാഗങ്ങളുമായി ദമ്പതികൾ പുറപ്പെട്ടെങ്കിലും വഴിയിൽ വെച്ച് ഓട്ടോറിക്ഷ കേടായതോടെ പദ്ധതി ഉപേക്ഷിച്ചു. നല്ല ഒഴുക്കുള്ള കോടൂരാറ്റിൽ ഉപേക്ഷിക്കാനായിരുന്നു തീരുമാനമെങ്കിലും വാഹനം നിന്നുപോയതോടെ മന്ദിരം കലുങ്കിന് സമീപം ഉപേക്ഷിക്കുകയായിരുന്നു. പിതാവിനെ ചവിട്ടിക്കൊന്ന കേസിൽ കമ്മൽ വിനോദ് വിചാരണ നേരിടുമ്പോഴാണ് മറ്റൊരു കൊലപാതകം കൂടി നടത്തിയത്. യുവതിയെ ആസിഡ് ഒഴിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി കൂടിയാണ് വിനോദ്. 24 കോട്ടയം.